ഹായ് അപ്പത്തേ നമുക്ക് വീട്ടിൽ ഏറ്റവും എളുപ്പം ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് എല്ലാവർക്കും മടിയുള്ള കൂട്ടത്തിലാണ് പാചകം ചെയ്യാനായിട്ടല്ലേ. അപ്പോൾ പാചകം ചെയ്യാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ കാത്തുവാണെങ്കിൽ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമാണേ. നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഏകദേശം ഒരു 2 കിലോയ്ക്ക് അടുത്തുള്ള ഒരു ചിക്കനാണ് ഇപ്പം നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത ശേഷം നമ്മൾ അതിൻ്റെ ലെഗ് പീസ് ഇങ്ങോട്ട് മാറ്റുവാണ്. ഇതെന്തിനാന്ന് വഴിയേ പറഞ്ഞു തരാം. പിന്നീട് ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടി എടുത്തിട്ട് നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് ഒരു പാൻ എടുത്തിട്ട്, അല്ലെങ്കിൽ ഇപ്പം ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കടുക് ഇട്ട ശേഷം നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നന്നായിട്ട് മൂപ്പിച്ച് കൂട്ടത്തിലെ പച്ചമുളകും കറിവേപ്പിലയും അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും കൂടെ നന്നായിട്ട് വഴറ്റുക. സവോള വഴന്ന് വരാൻ വേണ്ടിയിട്ടായിട്ട് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഞാനിവിടെ ഇതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. അല്പസമയം ഒന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ അതേ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ലെഗ് പീസ് ഒരു പാത്രത്തിലേക്ക് എടുത്ത് നന്നായിട്ടൊന്ന് വരഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓയിൽ ഉപയോഗിച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രേവി തയ്യാറായി വന്നിരിക്കുകയാണ്. കൂട്ടത്തിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ചേർത്തു. രണ്ടും കൂടെ നന്നായിട്ട് മിക്സായി വന്നപ്പോഴത്തേക്കും മുളക് പൊടിയും ഗരം മസാലയും ചിക്കൻ മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഗ്രേവി സെറ്റാക്കിയ ശേഷം നമ്മുടെ ഈ ചിക്കൻ എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ അതിൽ വെള്ളം വന്നിരിക്കും. ഇനി നിങ്ങൾക്ക് ഗ്രേവി കുറച്ചും കൂടെ നീട്ടി വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്താലും സൂപ്പറായിരിക്കും. അതും ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും പോയി ഒരു 2 പൊറോട്ടയായിട്ട് ഈ ചിക്കൻ കറി ഒന്ന് കഴിച്ച് നോക്കട്ടെ. അപ്പോൾ മടിയുള്ളവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഐറ്റമാണ്. അടുത്ത വീഡിയോ കാണാം.